ഈ കുടുംബത്തിലെ ഈ മാതാവ് എന്ന് പറയുന്ന ഒരു ടീച്ചറായിരുന്നു. അവർ വളരെ ക്രൂരമായ വിനോദം നടത്തുന്നയാളാണ് ഈ ജിസ്മോളോട്. കാരണം അവരെ കുറിച്ച് നാട്ടിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് വളരെ മോശമായൊരു സ്വഭാവമുള്ള സ്ത്രീയാണ്. എല്ലാവരെയും ഇതുപോലെ. നമസ്കാരം. കഴിഞ്ഞ മാസം ഇരിങ്ങാലക്കുടയിലുണ്ടായ ഷൈനിയും 2 മക്കളും മരണപ്പെട്ട വിവരം നമ്മുടെ എല്ലാം നാടിനെ നടുക്കിയ ഒരു വലിയൊരു ദുരന്തമായിരുന്നു. അതിൻ്റെ ഒരു തനി ആവർത്തനം എന്ന് പറയാം. ഇപ്പോൾ വീണ്ടും അരങ്ങേറിയിരിക്കുന്നത് ജിസ്മോൾ എന്ന് പറയുന്ന ഒരു യുവതിയും അതുപോലെ തന്നെ 4ഉം 1ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങളും കൂടെ ആറ്റിൽ ചാടി മരണപ്പെട്ട വിവരമാണ്. നമ്മുടെ ഓരോ ദിവസവും 2025 തുടങ്ങിയ അന്ന് മുതൽ കേൾക്കുന്ന ഓരോ വാർത്തകളും നമ്മുടെ നാടിനെ, നമ്മളെ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഓരോ ദുരന്തങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം ഷൈനിയുടെ ട്രെയിനിന് മുന്നിൽ ചാടി മരണപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ ഒരുപാട് വിഷമങ്ങൾ നമുക്കൊന്നും അറിയില്ലെങ്കിൽ പോലും ആ യുവതിയുടെയും 2 കുഞ്ഞുങ്ങളുടെയും മരണം നമ്മളെ വളരെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമാണ്. ഇപ്പോൾ വീണ്ടും അതുപോലെ തന്നെയാണ് അഡ്വക്കേറ്റായ 32 വയസ്സുകാരിയായ ജിസ്മോളുടെയും 4ഉം 1ഉം വയസ്സ് ഉള്ള പിഞ്ചു കുഞ്ഞുങ്ങളുടെയും മരണം. അതും ഭർത്ത വീട്ടിൽ ഉണ്ടായ പീഡനം, രണ്ടും ഒരേ സെയിം ആവർത്തനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് അവൾ ചെല്ലുന്നത്. ഈ ജിസ്മോള് ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജിസ്മോളുടെ ഫേസ്ബുക്കിൽ നമ്മൾ വിവാഹം കഴിച്ച് ചെല്ലുമ്പോൾ നമ്മുടെ വീട്ടുകാർ പണം കായ്ക്കുന്ന മരം ഉള്ള ഒരു വീട്ടിലേക്കായിരിക്കരുത് നമ്മളെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് വിടുന്നത്. അതിനു പകരം സ്നേഹമുള്ള പെൺകുട്ടികളെ സ്നേഹിക്കുന്ന വീട്ടുകാരുള്ള സ്നേഹമുള്ള ആളുകളുള്ള വീട്ടിലേക്കായിരിക്കണം വിവാഹം കഴിപ്പിച്ച് അയക്കേണ്ടതെന്നൊരു പോസ്റ്റ് ഈ ജിസ്മോള് നേരത്തെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ പെൺകുട്ടിയുടേത് അനുഭവം കൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അത് യഥാർത്ഥ സത്യം തന്നെയാണ്. വീട്ടുകാർ, നമ്മുടെ അച്ഛനമ്മമാർ ഓർക്കും പെൺമക്കളെ വലിയൊരു കൊമ്പത്ത് കൊണ്ടുപോയി കെട്ടിച്ചു വിടണം, എന്നാൽ അവർക്ക് എന്താവശ്യം സാമ്പത്തികമുണ്ടെങ്കിൽ നല്ല ഇതായിരിക്കും, ജീവിതം നല്ല ഭദ്രതയോടുകൂടി പോകും എന്നൊക്കെയാണ് കരുതുന്നത്. പക്ഷെ അതൊന്നുമല്ല. സ്നേഹമാണ് ഏറ്റവും വേണ്ടുന്നത്. ഇവിടെ ഈ ജിസ്മോളുടെ ജിമ്മി എന്ന് പറഞ്ഞ കിഴങ്ങനായ ഭർത്താവ്, അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം. കാരണം അവനൊരു കിഴങ്ങനായതുകൊണ്ടാണ് ആ പെൺകുട്ടീനെ വേണ്ടുന്ന രീതിയിൽ ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ഹൈക്കോടതി അഡ്വക്കേറ്റാണ്. അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകയാണ്. പണ്ട് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ജോലി ഉണ്ടായിരുന്ന ആളാണ്. അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള ആ പെൺകുട്ടീനെ ഇത്രയും പീഡനത്തിലേക്ക് നയിക്കണമെങ്കിൽ അവൻ വെറും ഒരു കിഴങ്ങനാണ്. ഈ മരങ്ങോടനായ ഈ ഭർത്താവും അവൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ കരിപ്പെട്ടി പോലെ ഇരിക്കുന്ന ഒരു സ്ത്രീയുണ്ട്. കാരണം ഞാൻ അങ്ങനെ വിശേഷിപ്പിക്കുന്നത്, അങ്ങനെ നമുക്ക് ഒരാളെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും അങ്ങനെ വിശേഷിപ്പിക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ഈ പെൺകുട്ടീനെ സൗന്ദര്യമില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിപ്പിച്ചിട്ടുണ്ട്. ഇവരൊരു ടീച്ചറായിരുന്നു. ആ ടീച്ചർ എന്ന് പറയുന്ന ഒരു അധ്യാപിക എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അറിവ് നൽകുന്നത്, നമ്മുടെയൊക്കെ മുമ്പിൽ ഒരു അധ്യാപിക എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ദൈവത്തിന് തുല്യം കാണുന്ന ഒരു സ്ഥാനമുള്ള ഒരു ആളായിട്ടാണ് കരുതുന്നത്. പക്ഷേ അതിനുള്ള യോഗ്യതയുള്ള ഒരു സ്ത്രീ അല്ല. അവർക്കിപ്പോൾ ക്യാൻസറൊക്കെയാണ്. പക്ഷേ നേരത്തെ അവർക്ക് ആരോഗ്യമുണ്ടായിരുന്ന സമയത്ത് ഈ ജിസ്മോളെ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട്. അതിനെല്ലാം സൈഡ് നിന്നത് ആ ജിമ്മി എന്ന് പറഞ്ഞ കിഴങ്ങനായ ഭർത്താവാണ്. സ്വന്തം അമ്മയുടെ വാക്കുകൾക്കപ്പുറം ചലിക്കാത്ത ഒരു പ്രതിമയായിട്ടാണ് ഇവൻ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം ഭാര്യയെ സ്നേഹിക്കാനോ മക്കളെ സ്നേഹിക്കാനോ ഒന്നിനുമുള്ള ഒരു ത്രാണിയില്ലാത്ത ഒരു മരങ്ങോടൻ എന്ന് തന്നെ പറയാം. ഈ തള്ളയെ ഒരു കറുത്ത ഒരു സ്ത്രീയാണ്. എന്നിട്ടാണ് ഇത്രയും വിദ്യാഭ്യാസമുള്ള, ഇത്രയും കഴിവുള്ള, അതുപോലെ തന്നെ ഈ പല കേസുകളിൽ അത്രയും നല്ല വാദിച്ച് ജയിക്കാൻ കഴിവുള്ള ഒരു പ്രഗത്ഭയായ ഒരു വക്കീലാണെന്നാണ് കൂട്ടത്തിലുള്ള സഹപ്രവർത്തകർ പറയുന്നത്. അങ്ങനെയുള്ള ആ യുവതിയെയാണ് പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഒരു കുറ്റവുമില്ലാത്തവരായിട്ട് ആരും കാണുകയില്ല. ഇത്രയും ആഡംബരമായിട്ടാണ് വിവാഹം വരെ ഈ ജിസ്മോളുടെ വീട്ടുകാർ നടത്തിയിരുന്നത്. അന്ന് ഇവരുടെ കണ്ണിന് വല്ല തിമിരം ബാധിച്ചതാണോ എന്നറിയത്തില്ല. അല്ലെങ്കിൽ പിന്നെ അവരെന്തിനു സമ്മതിച്ചിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം
ഭർത്തൃ വീട്ടിൽ വന്നതിന് ശേഷം ഈ പെൺകുട്ടിയെ നിരവധി പീഡനങ്ങളാണ് സഹിക്കേണ്ടി വന്നത്. അവസാനം അച്ഛൻ്റെ അടുത്ത് പറയുകയുണ്ടായി. അപ്പോൾ പിതാവ് പറഞ്ഞു, മോളെ നീ ആത്മഹത്യയിലേക്കൊന്നും പോയേക്കരുതെന്ന്. അപ്പോൾ ഇല്ല പപ്പ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. ഒരു തവണ ഈ പെൺകുട്ടിയുടെ തലയിലെ മുറിവുണ്ടായിട്ട് അച്ഛൻ ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ആദ്യമൊന്നും പറഞ്ഞില്ലെങ്കിലും പിന്നീട് പറഞ്ഞു ജിമ്മിയെ ഭിത്തിക്കിട്ട് ഇടിപ്പിച്ച് ഉണ്ടായ മുറിവാണ് ഈ തലയ്ക്ക് പറ്റിയേക്കുന്ന പരിക്കെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തുമാത്രം വേദനകളും വിഷമങ്ങളും സഹിച്ചു. അല്ലെങ്കിൽ ഇതുപോലൊരു അഡ്വക്കേറ്റ് ഒരു ആരുമില്ലെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാൻ വരുമാനമുള്ള ഒരു പെൺകുട്ടിയെ ജീവിതത്തിൽ തോറ്റുപോയി എന്ന് പറയാം. ബാക്കി എല്ലാ രംഗത്തും ആ പെൺകുട്ടി വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ സ്വന്തം ജീവിതം വന്നപ്പോഴത്തേക്കിന് ആ പെൺകുട്ടിയെ പരാജയത്തിലേക്കാണ് പോയത്. കാരണം ഒരിക്കലും ഇങ്ങനെ പോകേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ഒരു സ്വന്തമായിട്ടൊരു വരുമാനമുണ്ട്. പിന്നെ മാതാപിതാക്കളൊക്കെ പെൺകുട്ടിക്ക് സപ്പോർട്ടാണ്. ആങ്ങളെ പറഞ്ഞിട്ടുണ്ട് വീട്ടിലേക്ക് വന്നോളൂ, വരാൻ ഞാൻ എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണെന്നൊക്കെ പറഞ്ഞ് ഒരു കുടുംബമാണ്, തന്നോട് ചേർത്ത് പിടിക്കുന്ന ഒരു കുടുംബമാണ്. അല്ലെങ്കിൽ തന്നെ ആ 2 കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ഒരു പ്രൊഫഷനുണ്ട്. എന്നിട്ട് ഈ പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്യണമെങ്കിൽ വീട്ടിൽ നിന്നുണ്ടായ അത്രയും പീഡനമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ജോലിക്ക് പോവുകയാണെങ്കിലും നമുക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മുടെ വീട്ടുകാരുടെ ഫുൾ സപ്പോർട്ട്, ഭർത്താവിൻ്റെ മാത്രം ഒരു സപ്പോർട്ട് മതി. നമുക്ക് വേറെ ആര് എതിർപ്പുണ്ടെങ്കിലും നമുക്കൊരു ധൈര്യത്തിന്. പക്ഷേ അതും പരാജയമായി പോയപ്പോഴാണ് മൊത്തത്തിൽ പരാജയം എന്നുള്ള ഒരു രീതിയിലേക്ക് ആ പെൺകുട്ടി വഴിമാറി അവസാനം മരണത്തിലേക്ക് പോയേക്കുന്നത്. പക്ഷേ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഷൈനി ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 2 കുഞ്ഞുങ്ങളെയും വിളിച്ചുകൊണ്ട് പോയി ട്രെയിനിന് മുന്നിൽ ചാടി മരണപ്പെട്ടു. ഇപ്പം ജിസ്മോളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർക്ക് യാതൊരു കൂസലുമില്ല. 2-3 ദിവസം കഴിയുമ്പം ഈ കേസൊക്കെ കെട്ടടങ്ങും. അവൻ വേറെ വിവാഹം കഴിക്കും. അവർ സുഖമായിട്ട് അവരുടെ ജീവിതം മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. പോയത് നഷ്ടമായത് ഈ കുഞ്ഞുങ്ങൾക്കും ഈ ജിസ്മോൾക്കും ഷൈനിക്കും അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് നഷ്ടമായിരിക്കുന്നത്. ഇങ്ങനെയുള്ളവരെ കേസിൻ്റെ മുൻപിൽ ഇങ്ങനെ ഭർത്താവിൻ്റെ വീട്ടിൽ പീഡനം വരുമ്പോൾ ഇതിന് കടുത്ത ഒരു എതിർപ്പുകളുണ്ടായി കേസ് നടന്ന് ഇങ്ങനെയുള്ളവരെ ശിക്ഷിക്കുകയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് 8-10 വർഷമൊക്കെ തടവ് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ പിന്നീട് ഇങ്ങനെ പെൺകുട്ടികൾ വിവാഹം കഴിച്ച് ചെല്ലുന്ന വീടുകളിൽ നിന്ന് അമ്മായിയമ്മയുടെയോ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ നാത്തൂമാരുടെയോ ഒന്നും പീഡനമില്ലാതെ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. ഇതിപ്പം അങ്ങനൊന്നും ഇല്ലാത്തൊരു നിയമം ആയതുകൊണ്ടാണ് ഇവർ കുറച്ച് കഴിയുമ്പോൾ കേസ് കളിച്ച് ഇവർ പിന്നെയും രക്ഷപ്പെട്ട് വീണ്ടും പൂർവാധികം ശക്തിയോടെ വന്ന് വീണ്ടും ഇതിലും വലിയൊരു കൊമ്പത്തെ വിവാഹം അവൻ സുഖമായിട്ട് ജീവിച്ച് നാട്ടിൽ നടക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. അങ്ങനെയുള്ള ഒരു നിയമം മാറിയ അതുപോലെ തന്നെ ഈ പെൺകുട്ടികൾ ഒന്ന് പറയുമ്പം രണ്ടാമത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കിന് ആരോടും പറയാതെ പോയി മരണത്തിലേക്ക് ചാടുന്നതിന് മുമ്പ് ശക്തമായി പ്രതികരിക്കണം. കാരണം ശക്തമായി പ്രതികരിച്ച് കഴിയുമ്പോൾ ഒരു പരിധി വരെ ഇതിന് നമുക്ക് ശക്തമായിട്ട് മുന്നേറാൻ പറ്റും. അല്ലാതെ മരണത്തിൽ കീഴ്പ്പെട്ട് കഴിയുമ്പോൾ ആർക്ക് പോയി? അവനവന് തന്നെ പോയി. പിന്നെ സ്വന്തം കുഞ്ഞുങ്ങളുടെ ഭാവിയും ഇല്ലാതായി അങ്ങനെ മരണത്തിലേക്ക് കീഴ്പ്പെട്ട് പോകേണ്ടി വരുന്ന അവസ്ഥ വരുന്നു. അപ്പോൾ ബാക്കിയുള്ളവർ അത് സന്തോഷിക്കുകയാണ്. കാരണം അവൾ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാമല്ലോ എന്നുള്ള രീതിയിലേക്കായി പോകുന്നു. ഇപ്പം ഈ ജിസ്മോളുടെ കാര്യങ്ങളെക്കുറിച്ച് പിതാവ് പറയുന്നുണ്ട്. ആ പറയുന്നത് എന്താണ് വാക്കുകളെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ആത്മഹത്യ ചെയ്യല, അവിടെ എന്തോ ഭയങ്കര കാര്യമായ കാര്യം നടന്നിട്ടുണ്ട്. മുൻപ് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഭർത്ത വീട്ടിൽ? ഭർത്ത വീട്ടിൽ പണ്ട് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഞാൻ അവിടെ ചെന്ന് കൈകാര്യം ചെയ്തത് ഞാൻ പല പ്രാവശ്യം തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ അവളും അതിനോട് യോജിപ്പാണ്. കാരണം എന്നു ഒരു കുടുംബം ഇത് വേണ്ട പിടിച്ച് അവൾ ആത്മഹത്യ. അപ്പം ഞാൻ അന്നേരം നമ്മൾ ഉദ്ദേശിക്കും പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ആത്മഹത്യ ചെയ്യും. അന്നേരം പപ്പ ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യല, വേറെ ആത്മഹത്യ ചെയ്യുന്നത് ധൈര്യമില്ലാത്തവരാ, നമുക്ക് എന്നാണേലും തരണം ചെയ്യണം, അതല്ലേ നല്ലത് എന്ന് വെച്ചാൽ അത് പപ്പ പേടിക്കേണ്ടെന്ന് എന്നോട് കട്ടായം പറഞ്ഞിരുന്ന പക്ഷേ എനിക്ക് ആത്മഹത്യ ചെയ്യാനായിട്ട് അത്രയ്ക്കും കൊച്ചിൻ്റെ പേരിൽ എന്തോ സമ്മർദ്ദം പറഞ്ഞിരിക്കുന്നത് കേട്ടില്ലേ? പല തവണ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. തലയ്ക്ക് പരിക്കേറ്റ് വന്നപ്പോൾ എന്താ കാരണമെന്ന് ചോദിച്ചപ്പോൾ ഇത് ജിമ്മി ഭിത്തിയെ ചെന്ന് ഇടിപ്പിച്ചതാണെന്ന് പറയുന്നു. അതുപോലെ ഇനി മോളോട് ധൈര്യം നൽകിയപ്പോൾ ഇനി ഞാനൊരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് പറഞ്ഞ ആ ഒരു വാക്കിന്മേൽ ഇത്രയും വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ള ആളായതുകൊണ്ട് പിതാവ് ഒരിക്കലും കരുതിയില്ല മകൾ ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് പോകും, ഇതുപോലുള്ള ഒരു വൻ ദുരന്തം ഉണ്ടാകുമെന്ന് ഒരിക്കലും അദ്ദേഹം ഓർത്തില്ല.
മാതാപിതാക്കൾ ഓർക്കുന്ന മക്കൾ സേഫായിട്ട് ജീവിക്കണം, അതിന് വേണ്ടിയിട്ട് സാമ്പത്തികം ഇനി ഇപ്പോൾ എന്ത് ഇതുണ്ടെങ്കിലും നമുക്ക് സാമ്പത്തികം ഇല്ലാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നല്ലൊരു പിന്നെ സാമ്പത്തികമുള്ളൊരു വീട്ടിലേക്ക് കെട്ടിച്ചു വിട്ടാൽ മകളുടെ ജീവിതം നല്ല സുഖമായിട്ട് ജീവിച്ചു പോകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലൂടെ ആയിരിക്കാം അങ്ങനെ വിവാഹത്തിലേക്ക് പോയേക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ് ഒരു വിസ്മയയുടെ ആ പെൺകുട്ടിയെ അവർ വേണ്ടുന്നതിലധികം വിദ്യാഭ്യാസം കൊടുത്തു, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് സഹായിച്ചു. എന്നിട്ടും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടായത് കടുത്ത പീഡനമാണ്. അതിനുശേഷം ആ പെൺകുട്ടി മരണപ്പെടുകയാണ് ചെയ്തത്. അതുപോലെ അങ്ങനെയുള്ള ഇപ്പം ഒരുപാട് പ്രശ്നങ്ങളാണ് വന്നിരിക്കുന്നത്. കുടുംബത്തിലുള്ളവരോർക്കും അപ്പനും അമ്മയും ഓർക്കും മക്കൾ നല്ലതായിട്ട് ജീവിച്ചോളുമല്ലോ, യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയല്ലോ സാമ്പത്തികം ഉണ്ടെങ്കിൽ എന്നൊക്കെയാണ് കരുതുന്നത്. പക്ഷേ മനസ്സിന് സമാധാനവും സ്വസ്ഥതയും കൊടുത്തില്ലെങ്കിൽ എന്ത് സാമ്പത്തികം ഉണ്ടായിട്ടും കാര്യമില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഇപ്പം നടന്നിരിക്കുന്ന ഈ ഒരു മാസത്തിൻ്റെ ഇടയിൽ തന്നെ സംഭവിച്ചിരിക്കുന്ന ഈ 1-2 ഷൈനിയുടെയും ജിസ്മോളുടെയൊക്കെ മരണങ്ങൾ. ഇനി ഇങ്ങനെ ഒരു ഇത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇതുപോലെ ഭർത്താവിൻ്റെ വീട്ടിൽ ഇങ്ങനെ പീഡനത്തിനിരയാകേണ്ടി വരുന്ന പെൺകുട്ടികളുടെ പ്രതികളായിട്ടുള്ള ആളുകൾക്ക് തക്കതായ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ വീണ്ടും ഇതുപോലെയുള്ള ഷൈനിയും ജിസ്മോളുടെയൊക്കെ മരണം പോലെ തന്നെ വീണ്ടും വേറെ പെൺകുട്ടികളുടെ മരണവും നമ്മൾ കേൾക്കേണ്ടി വരും. അതിനെതിരായിട്ട് ശക്തമായിട്ട് പ്രതികരിക്കുകയും ചെയ്യണം പെൺകുട്ടികൾ. അതുപോലെ തന്നെ ഒരിക്കലും ആരും ആരുടെയും അടിമയല്ലെന്നുള്ള ബോധ്യമുണ്ടായിട്ട് മുന്നേറുക തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.